ഹായ് മക്കളെ, നമുക്ക് ഇനി 8ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. എടാ, ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി 3D എന്ന ചാപ്റ്ററിലെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ സംഭവമായിട്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ എന്താണ് ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് ആരാ? 15/7, 32/7 ആൻഡ് 7. ഓക്കെ, ഇതിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കാണും അല്ലെ. ആ ലൈൻ ഏതാ? x+1/3 ഈക്വൽ ടു y+3/5 ഈക്വൽ ടു z+5/7. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, പകരം എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ അല്ലെ. ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ ആരാ? i+4j+7k അല്ലെ. ഈ i+4j+7k എന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് കാണുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടത് അല്ലെ. വെറുതെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, പകരം എന്താണ്? ഒരു വെക്ടർ എന്നുണ്ട്, ആ വെക്ടർ ആരാ? i+4j+7k. ഈ i+4j+7k എന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? എടാ, ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ പോയിന്റ് കിട്ടിയ പോലെ ആ പോയിന്റ് കിട്ടി എനിക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാലോ അല്ലെ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ഈ പോയിന്റ് കിട്ടണം അല്ലെ. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാത്ത പോയിന്റ് അല്ലേ. അറിയാത്ത പോയിന്റ് നോർമലി നമ്മൾ എന്താക്കി എടുക്കുക? x, y, z ആക്കിയാൽ എടുക്കുക പതിവ്. പക്ഷെ x, y, z എടുത്താൽ എന്താ പ്രശ്നം? 3 വേരിയബിളാ അല്ലെ. 3 വേരിയബിൾ ആകുമ്പോൾ 3 ഇക്വേഷൻ ആണ്, കുറച്ച് ബുദ്ധിമുട്ടാ അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? പാരാമെട്രിക് ഫോം എടുക്കല്ലേ ചെയ്യാറ് അല്ലെ. ഒരു ലൈനിലെ പോയിന്റ് ആണെങ്കിൽ, ഒരു കർവിലെ പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്താക്കി എടുക്കുക? x, y, z ആക്കി എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? പാരാമെട്രിക് ഫോം എടുക്കുക അല്ലെ. അവിടെ ഇത് ഈ ലൈനിലെ പോയിന്റ് അല്ലേ അല്ലെ. ആ ലൈനിലെ പോയിന്റ് ആകുമ്പോൾ എന്താ പാരാമെട്രിക് ഫോം വരിക? ലാംഡ ഇക്വേറ്റ് ചെയ്യാലോ അല്ലെ. എന്താണ് x വരിക? x 3λ-1 അല്ലെ. x 3λ-1 അല്ലെ. എന്താ മക്കളെ y വരിക? y 5λ-3 അല്ലെ. 5λ-3. എടാ z എന്താ? z 7λ-5 അല്ലെ. അതെ, x, y, z എടുക്കുന്ന പകരം ഇങ്ങനെ എടുത്താലുള്ള ഗുണം എന്താ? അവിടെ ഒറ്റ വേരിയബിൾ ഉള്ളൂ, ലാംഡ അല്ലെ. ആ ലാംഡ കിട്ടിയാൽ ഈ കാണുന്ന എക്സും വൈയും സെഡും കിട്ടിയില്ലേ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താ? ലാംഡ കിട്ടിയാൽ മതി. എങ്ങനെ ലാംഡ കിട്ടാ? ആ ലാംഡ കിട്ടാനേ ഈ വെക്ടറും കൊളീനിയർ അല്ലെ അല്ലെ. അപ്പൊ ഈ വെക്ടർ കിട്ടാൻ നമുക്കറിയാം എങ്ങനെയാണ്? ഈ പോയിന്റ് പറഞ്ഞാൽ വെക്ടർ എന്താ? x2 - x1i + y2 - y1j + z2 - z1k അല്ലെ. അത് അപ്ലൈ ചെയ്ത് ഇത് ഈ വെക്ടർ കിട്ടൂലടാ. ആ വെക്ടറും ഈ വെക്ടറും കൊളീനിയർ അല്ലേ. രണ്ട് വെക്ടർ കൊളീനിയർ ആണ് കണ്ടീഷൻ, റേഷ്യോ സെയിം ആയിരിക്കൂലേ. അപ്ലൈ ചെയ്ത് പരിപാടി കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്തായിരിക്കും ആദ്യം ഈ വെക്ടർ വരിക? x2 - x1 3λ-1 - 15/7 3λ-1 - 15/7 i. പിന്നെയോ y2 - y1 എന്താ വരിക? 5λ-3 - 32/7 j പ്ലസ് അടുത്തോ 7λ-y - 7λ-12 അല്ലേ. ഓക്കെ, അപ്പൊ ഒന്ന് ചെറുതാക്കി എന്ത് വരിക? 3λ -7 - 15 - 22 അല്ലേ /7 i. Then 5λ -21 - 32 - 53/7 j plus 7λ - 12k. ഇതാണ് ഈ കാണുന്ന വെക്ടർ അല്ലെ. എടാ, ആ വെക്ടറും ഈ വെക്ടറും കൊളീനിയർ അല്ലേ. ഏത് വെക്ടറാ? i+4j+7k. അതെ, 1i+4j+7k അല്ലെ. അങ്ങനെ കൊളീനിയർ ആണെങ്കിലേ ഈ കാണുന്ന റേഷ്യോയും ഈ കാണുന്ന റേഷ്യോയും സെയിം ആവണ്ടേ അല്ലെ. ആരൊക്കെയാ? 3λ - 22/7/1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഈക്വൽ എന്താ? ഇതേ ബൈ ഇത്. അപ്പൊ എന്താ? 5λ - 53/7/4 ഈക്വൽ ടു ആരാ? ഇതല്ലേ 7λ - 12/7 അല്ലെ. ഇതെന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആദ്യം ഞാനേ ഇത് ഈക്വൽ ലാംഡ കിട്ടിയില്ലേ. വളരെ ഈസി ആയിട്ട് കിട്ടി ലാംഡ. എന്താ വരിക? ഇത് 7 ആണ്. 3λ - 22/7 ഈക്വൽ ടു 7λ - 12/7. ഞാനേ 7λ/7 ലാംഡ അല്ലേ -12/7 എന്ന് എഴുതി കൂടെ അല്ലെ. അങ്ങനെ ഇത് ഇങ്ങോട്ട് പോയാൽ 3λ - λ 2λ ആവല്ലേ അല്ലെ. ഇത് ഇങ്ങോട്ട് പോയാൽ 22 - 12/7 എന്ന് പറഞ്ഞാൽ 10/7 ആവല്ലേ. 2ഉം 10ഉം പോയാൽ ബാക്കി 5 അല്ലേ. സോ ലാംഡ എന്താ? 5/7 അല്ലെ. സോ ലാംഡ എന്ത് കിട്ടി? അവിടെ 5/7 ആ. ലാംഡ 5/7 ആയല്ലേ. ഈ പോയിന്റ് മൊത്തം കിട്ടിയില്ലേ. ആ പോയിന്റ് ആരാ? 3λ - 1. പിന്നെ ആരാ? 5λ - 3. പിന്നെ ആരാ? 7λ - 5 ആണ് അല്ലെ. ലാംഡയുടെ വാല്യൂ എന്താണ്? 5/7 ആ അല്ലെ. അപ്പൊ ലാംഡക്ക് 5/7 കൊടുത്താലേ ഇതെന്തായി? 3 × 5/7 15/7 - 1 അല്ലെ. ഇതെന്തായി? 5 × 5/7 5/7 അല്ലേ. അപ്പൊ 25/7
-3 ഇതെന്തായി 7 × 5/7 5 ആവില്ലേ 5 - 5 എന്താ 0 അല്ലേ ഇതല്ലേ വരിക അപ്പോൾ ഇതൊന്ന് ചെയ്താൽ എന്തായി 15 - 7 8 അല്ലേ 8/7 25 - 21 4 അല്ലേ 4/7 0 ഇതാണ് നമ്മൾ ഈ പോയിന്റ് അല്ലേ അപ്പൊ ഈ പോയിന്റ് കിട്ടി ആ പോയിന്റ് ആരാ 8/7 4/7 0 അല്ലേ ഇനി നമുക്ക് കാണണ്ട ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ ആ പോയിന്റ് ആരാ 15/7 പിന്നെ ആരാ 32/7 ഇവ തമ്മിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ അല്ലേ പക്ഷെ സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് വേണ്ട അപ്പൊ എന്താ 15/7 - 8/7 7/7 അല്ലേ 7/7 1 അല്ലേ 1 സ്ക്വയർ 1 അല്ലേ 32/7 - 4/7 എന്താ 28/7 അല്ലേ 28/7 4 അല്ലേ 4 സ്ക്വയർ എന്താ 16 7 - 0 7 അല്ലേ 7 സ്ക്വയർ 49 എത്രയാ 50 + 16 66 66 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 3 ആണ് ഓക്കെ അപ്പോൾ കുറച്ച് ലെങ്തി ആണ് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയുന്ന കൺസെപ്റ്റാ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു